ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. മധുരക്കിഴങ്ങ് കൊണ്ട് നല്ല സ്വാദുള്ള 4 മണി പലഹാരം ഉണ്ടാക്കാം. മധുരക്കിഴങ്ങ് നല്ലോണം കഴുകി ഇത്ര വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി 1/2 കിലോ ഉണ്ട്. ഇത് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. നല്ലോണം തിള വന്നിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ തിളച്ചാൽ പാകത്തിന് വേവാവും. മധുരക്കിഴങ്ങ് ഇങ്ങനെ കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്, തോല് മാറ്റിയിട്ട്. ഇനി മാഷ് ചെയ്തെടുക്കാം. കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞ് പേസ്റ്റ് പോലെയായി. ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ്: 6 അല്ലി വെളുത്തുള്ളി കഷ്ണാക്കിയത്, 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി തൊലി കളഞ്ഞ് നുറുക്കി, 2 പച്ചമുളകും നുറുക്കിയിട്ടുണ്ട്, ഇടത്തരം വലുപ്പത്തിലുള്ള സബോള ചെറിയ കഷ്ണാക്കി വെച്ചു, 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ചൂടായി ഇഞ്ചി നുറുക്കിയത് ചേർക്കാം. മൂത്ത് കിട്ടണം. പച്ചച്ചോവ ഇല്ലാണ്ട് കിട്ടും വഴറ്റിയെടുത്തിട്ട് ചേർക്കുമ്പോൾ. വെളുത്തുള്ളി ഒന്ന് ഇളക്കാം. പച്ചമുളക്, സബോള നുറുക്കിയത്. മീഡിയം ഫ്ലെയിമിൽ വഴറ്റി സോഫ്റ്റ് ആക്കി എടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. പച്ചമുളകിൻ്റെ എരിവുണ്ടല്ലോ. പാകത്തിന് ഉപ്പ്. മധുരക്കിഴങ്ങിലേക്ക് വേണ്ട ഉപ്പും കൂടി നമുക്ക് ഇപ്പോൾ ചേർക്കാം. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്താൽ മതി. ബൗളിലേക്ക് വേവിച്ച് ഉടച്ച മധുരക്കിഴങ്ങ് എടുക്കാം. വഴറ്റിയതും കൂടി ചേർത്തിട്ട് നല്ലോണം യോജിപ്പിക്കാം. ചൂടുണ്ട്, അതുകൊണ്ട് ആദ്യം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കൈ കൊണ്ട് യോജിപ്പിക്കാം. ഇപ്പോൾ വഴറ്റിയതും മധുരക്കിഴങ്ങും നല്ലോണം യോജിച്ചു. ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് യോജിപ്പിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കണ്ട. മധുരക്കിഴങ്ങിലുള്ള ചെറിയ വെള്ളമയമുണ്ട്, പിന്നെ നമ്മൾ വഴറ്റിയപ്പോഴുള്ള എണ്ണയുടെ മയമുണ്ട്. എത്ര വലുപ്പത്തിലുള്ള ബോണ്ട വേണമെന്നനുസരിച്ച് ഉരുട്ടിയെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇപ്പോൾ വേണമെങ്കിൽ ചേർക്കാം. പാകത്തിന് മിക്സ് എടുത്തിട്ട് ഇങ്ങനെ ബോൾസ് ആക്കി വയ്ക്കാം. ഇപ്പോൾ നമ്മളെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ വേഗം വറുത്തെടുക്കാൻ പറ്റും. 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി, മാവിലേക്ക് വേണ്ട ഉപ്പ്, പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് യോജിപ്പിക്കാം. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിക്കാം, വെള്ളം കൂടിപ്പോകരുത്. ഇങ്ങനെ യോജിപ്പിക്കുന്നതിന് പകരം ഒരു 5-6 സെക്കൻഡ് നേരം മിക്സിയിൽ പൾസ് ചെയ്തെടുത്താലും മതി. കൂടുതൽ നേരം അരയ്ക്കണ പോലെ ആവരുത്. ഈ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ചീനച്ചട്ടി ചൂടായി. ഡീപ് ഫ്രൈ ആയതുകൊണ്ട് ബോണ്ട മുങ്ങണ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ഒട്ടും കുടിക്കില്ല, എന്നാലും നല്ലോണം വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരെണ്ണം മാവിൽ വെച്ച് സ്പൂൺ കൊണ്ട് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് പതുക്കെ എണ്ണയിലിക്കണം. ഇങ്ങനെ ആകുമ്പോൾ പാകത്തിന് മാവിൻ്റെ കോട്ടിങ് വരും ബോണ്ടയിൽ. ഉരുട്ടിയെടുത്ത് വെക്കുന്നത് ഒരേ വലുപ്പത്തിലാണെങ്കിൽ ഒരേ സൈസിൽ നല്ല ഭംഗിയിൽ കിട്ടും. മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് ആകുമ്പോൾ തിരിച്ചിടാം. ഇതിൻ്റെ ഫില്ലിംഗ് വെന്തതാണല്ലോ, അതുകൊണ്ട് മുകളിലത്തെ കോട്ടിങ് മാത്രം വെന്ത് കിട്ടിയാൽ മതി. മധുരക്കിഴങ്ങ് നമ്മൾ ആദ്യം വേവിച്ചു. സബോളയും പച്ചമുളകും ഒക്കെ വഴറ്റുകയും ചെയ്തുല്ലോ. തിരിച്ചു മറിച്ചുവിട്ടിട്ട് കോരി മാറ്റാം. മധുരവും എരിവും ഉപ്പും ഒക്കെയുള്ള പലഹാരമാണ്. വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ മാവ് കലക്കി മധുരക്കിഴങ്ങ് വേവിച്ച് വഴറ്റിയതിട്ട് ഇങ്ങനെ ഉരുളകളാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം.
ഉണ്ടാക്കണേന് അരമണിക്കൂർ മുമ്പ് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് കഴിക്കാൻ നേരത്ത് വറുക്കുകയും ചെയ്യാം. അപ്പോൾ വേഗമാവും, ചൂടോടെ കഴിക്കുകയും ചെയ്യാം. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ അടുത്ത കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.